അപ്പം നമ്മളങ്ങനെ പിന്നെ കഴിഞ്ഞ 2 ദിവസം ഞാൻ എവിടെയാണ് നിന്നത്, ഭയങ്കര സന്തോഷം ഇവരിപ്പുറം നിന്നിട്ട്. അഫ്ഗാനിസ്ഥാനിലെ ആളുകൾ ഭയങ്കര നല്ല ആൾക്കാരാണ്, ഇറാനിലെ പോലെ തന്നെ. പക്ഷേ ഇവിടുത്തെ സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യം ഇല്ല, അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ആൻഡ് ലാസ്റ്റ് 2 days I stayed with them. They gave me food and everything. It's really a happy moment for me. And thank you guys. Thank you for your hospitality. Thank you. Wait. Can you see this paper? Oh, this is copy. Yeah, cool. Passport and paper. This paper I want to show to the police station. No. This paper? This paper, yeah. Okay, can you see? ഇത് നമുക്കിപ്പോൾ ഇവിടെ തന്ന പേപ്പറാണ് കേട്ടോ. It's is Arabic or Pashto? Dari. Oh, Dari I know. Arabic I know. But this is Tarikh. Bismillahirrahmanirrahim. Assalamu alaikum warahmatullahi wabarakatuh. Mulu-i hama. Oh, no. Amkari, I don't know. ഈ പേപ്പർ നമ്മൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും ചെക്കിങ് ചെയ്യുമ്പോൾ കാണിക്കണം. കാരണം നമുക്ക് ഈ അഫ്ഗാനിസ്ഥാനിൽ യാത്ര ചെയ്യാനുള്ള ഒരു പെർമിറ്റാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് അവർ തന്നാണ്. അപ്പോൾ ഇവിടെ മിനിസ്ട്രി ഓഫീസിൽ വന്നിട്ട് ഞാൻ എൻ്റെ പേപ്പേഴ്സ് എല്ലാം ഇവിടെ കൊടുത്തു. അപ്പോൾ അവർ ഈ പേപ്പർ എനിക്ക് തന്നു. I will put Google Map, then I will go. No problem. Google Map استفادت ما رسوله. ما بدي أسافر ما بكره كمان في السفر مني استلم روس سفر كوني كمان استلم شاب سفر لكن وقت مني لك جاي الساعة شوي بس ديك لك ترى واحد هنا ده جديداس مني بيتشيز أحيانا سفر بدي كل سنة كنت كي وقت السفر مني كذي استلم روس سفر كوني استلم شاب خبر ولی وقتی میخواستی از طرف شب هر جا میخواستی فرستاد شوی نزدیک یک تحریک دولتی است. چرا؟ نیه اونجا امنیت شما جوانه است کابل میره میترسیم. من یاره اونجا سفر میجاست. അവർ പറയുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ഭയങ്കര പ്രശ്നമല്ലേ, നോക്കിയിട്ടെല്ലാം പോകണം, ആരെങ്കിലും നിങ്ങളോട് പൈസയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യണം എന്നെല്ലാം പറയണം. ബട്ട് ദിസ് ഈസ് നോട്ട് മൈൻഡ്. چیست؟ طبعا انگه خاله نه؟ تو برو تاپر از پیش خرید بیاد؟ نه. അവരുടെ ഫേസ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ പാസ്പോർട്ടിൻ്റെ മുകളിൽ വീഡിയോ എടുക്കുന്നത്. അവർ പറയുന്നത് നിങ്ങളിത് കാണ്ടഹാര പോകുന്നത്, പക്ഷേ എങ്കിൽ എങ്ങനെ പോകും, രാത്രി ഡ്രൈവ് ചെയ്യരുത്, പകൽ മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ, പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ അറിയിക്കണം, പിന്നെ ആരെങ്കിലും നിങ്ങളോട് പൈസയൊക്കെ ചോദിച്ചിനോ, നിങ്ങൾ ആരെങ്കിലും ഹരാസ് ചെയ്യാൻ നോക്കിനോ, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ. ഞാൻ പറഞ്ഞു അങ്ങനെ ആരും ഒന്നും ചെയ്തിട്ടില്ല, കാരണം നമ്മളിനി അഫ്ഗാനിസ്ഥാൻ കാണാൻ പോകുന്നേ ഉള്ളൂ, അതാണ് പ്രശ്നം. പിന്നെ രാത്രി വണ്ടി ഓടിക്കരുത്, പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്യണം എന്നല്ല പറയണം. അവരെനിക്ക് ചായ എല്ലാം തന്നിട്ട് ഇവിടെ വന്നേമ്പാട്. ഇതാണ് താലിബാൻ്റെ കൊടി. ഇത് സൗദി അറേബ്യൻ്റെ കൊടി പോലെ തന്നെ ഇത് കാണാൻ. ഇതിവിടുത്തെ താലിബാൻ്റെ മിനിസ്ട്രി ഓഫ് അഫയേഴ്സിൽ നമ്മളിപ്പോൾ ഉള്ള ഒരു സാധാ ഒരു ബിൽഡിംഗ് ആട്ടോ. ആകെ ഒരു പഴയ കമ്പ്യൂട്ടറുണ്ട്, പിന്നെ ഒരുത്തനും ഉണ്ട്. പക്ഷെ ഇവർക്കൊന്നും നോർമൽ ഡ്രസ്സൊന്നും ഇല്ല, ഇവരിങ്ങനത്തെ ഇടാണ്. ഇതാണ് ഇവരെ ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ കാർഡ് കേട്ടോ. ഇത് ബോർഡർ നമുക്ക് തരുന്നത് ഫോറിനേഴ്സിന് മാത്രം കൊടുക്കുന്നത്.
Please hand over this card to the relevant responsible staff at the airport border before leaving Afghanistan. അഫ്ഗാനിസ്ഥാൻ വിടുമ്പം ഈ പേപ്പർ നമ്മൾ ബോർഡറിൽ കൊടുക്കണം. ഡെപ്യൂട്ടി സിവിൽ രജിസ്ട്രേഷൻ. എന്ത് സിവിൽ രജിസ്ട്രേഷൻ എന്തല്ലോ ചെയ്യരുത്. ഓ ഫിനിഷ് അവർ വർക്ക്. ശുക്രൻ. അങ്ങനെ നമ്മൾ പേപ്പർ കിട്ടിയേട്ടാ. ഇതാണ് എൻ്റെ പാസ്. അഫ്ഗാനിസ്ഥാനിൽ എവിടെ വേണമെങ്കിലും എനിക്ക് യാത്ര ചെയ്യാനുള്ള പാസ്സാണ്. എവിടെ വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാം. ബോർഡറിൽ നിന്ന് പോലീസുകാരെ ചോദിച്ചാൽ ഇത് കാണിച്ചു കൊടുക്കണം. The way some places street is not good, just be slow. Okay. For the drive, car drive. Okay. വണ്ടി സൂക്ഷിച്ചോടിക്കണം എന്നല്ല പറഞ്ഞു. ഓക്കെ. Gazi, Jatamari. You know, you people so good, but before we thought you, I don't know how can I explain. Really, before we thought you, no, لا تفهمي يا تفهمي before. You know, whole world singing Taliban every time you have cut. Everything is Thanks. Okay. like gift. Okay. Inshallah. Thank you, brother. Bye. അങ്ങനെ നമ്മൾ പേപ്പറിൽ ശരിയാക്കി. ഇനി നമ്മൾ നേരെ എണ്ണ അടിച്ച് കാണ്ഡഹാർ വിടണം. പക്ഷെ എനിക്ക് ഇതുവരെ എൻ്റെ ഫോണിൽ നെറ്റ് വർക്ക് വന്നിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് ഇനിയിപ്പം ഇവിടെ ഞാനൊരു സിം ഇട്ട് നോക്കുമ്പോൾ അത് വെറും 2G മാത്രമേ ഉള്ളൂ. അതിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഞാൻ ഇവരോട് അങ്ങനെ അവർ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ച്. ശരിക്കും ഞാൻ പോകാൻ വേണ്ടി ഇരുന്നു. ഇതാണ് അവരെ ഭക്ഷണം. ഓ ദീസ് റോട്ടി അഫ്ഗാനി ഹമാരി ഹംറ. ദി റോട്ടി നെയിം നാൻ ഖുബൂസ്. നാൻ. Okay. Arabiya khubz. Khubz, okay. Say your phone number because we need report. Okay. അങ്ങനെ നമ്മളിതാ താലിബാൻ്റെ കൂടെ നമ്മൾ ലഞ്ച് കഴിക്കുന്ന കേട്ടോ. അവരോട് പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചാന്ന്. ഇത് വെണ്ടൻ്റെ സാധനമാണ്, ബിണ്ടി. വെണ്ടക്കയും തക്കാളിയും കൂടി മിക്സ് ആക്കിയിട്ട് ഇവർ ഈ ഒരു അഫ്ഗാനി റൊട്ടിയാണ് ഇവർ തിന്നുക. മാഷാഅല്ലാ, ഗുഡ്, വെരി ടേസ്റ്റി. അങ്ങനെ നമ്മൾ പരിപാടി കഴിഞ്ഞു. നമ്മളിതാ വിടുന്ന നേരെ കാണ്ഡഹാറിലേക്ക് പോകണം. അവർ ഗേറ്റെല്ലാം നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. ഇവരെല്ലാം അത്ഭുതം പോലെ നോക്കുന്നുണ്ടോ. അവർ ഇന്നേ വരെ ഇവിടെ പെണ്ണുങ്ങന്മാരൊന്നും ഡ്രൈവിങ് പോയിട്ട് പുറത്തന്നെ ഇറങ്ങൂല. അപ്പം അവർ വിചാരിക്കും ഇവിടെ നിന്നായി വരുന്നേ. ഇതെല്ലാം താലിബാൻ്റെ വലിയ മൂപ്പന്മാരാട്ടാ. ഇവരെല്ലാം ഇതിൻ്റെ ആൾക്കാർ. അങ്ങനെ ഇൻഫർമേഷൻ കൾച്ചർ ഓഫീസ് തുറന്നു. അവർ ബൈ പറഞ്ഞു. ബൈ. എൻ്റെ മക്കളെ, ഇതിലൊരു സംഭവം കേട്ടോ. ഞാൻ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇത് ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷയാണ്. ഇതിൻ്റെ മുകളിലാണ് ഇവർ കവർ ചെയ്തിട്ട് വണ്ടിയായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് നേരെ കാണ്ഡഹാർ വിടണം. UAE to ഇന്ത്യ കേരള ട്രിപ്പിൻ്റെ പുതിയ എപ്പിസോഡ് അഫ്ഗാനിസ്ഥാനിൽ നമ്മളുള്ളത്. നിമ്രോസിലാണ് കഴിഞ്ഞ 2 ദിവസം നിന്ന്. ഇന്ന് നമ്മൾ നേരെ വിടാൻ പോകുന്നത് കാണ്ഡഹാറിലാണ്. കാണ്ഡഹാർ പാകിസ്ഥാൻ്റെ ബോർഡറാണ്. അപ്പോൾ കാണ്ഡഹാർ നമ്മൾ 2ാമത്തെ പോയിൻ്റാണ്. അപ്പോൾ കാണ്ഡഹാറിലേക്ക് പോകാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പേപ്പറും കാര്യങ്ങളെല്ലാം നമ്മളെടുത്ത്. അപ്പോൾ ഇതാണ് നിമ്രോസ് വില്ലേജ്. പെണ്ണുങ്ങന്മാരെല്ലാം കണ്ട ഫുള്ള് കവർ ചെയ്തിട്ട് ഇവിടെ മാസ്ക് ഇടണം. ഇങ്ങനത്തെ ഫുള്ള് പൊതിയുന്ന ഒരു ഷാൾ ഇടണം. പിന്നെ പീടികയിൽ പോകണമെങ്കിൽ ഭർത്താവ് വേണം, ബ്രദർ വേണം. മഹറം ഇല്ലാണ്ട് പുറത്തു പോകാൻ കഴിയില്ല. ഒരു 100 മീറ്റർ അടുത്തുള്ള പീടികയിലുള്ള ഇവർക്ക് പോവാം. പക്ഷേ ഇവിടുന്ന് ഇപ്പോൾ കാബൂൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകണമെങ്കിൽ ഇറാനിലെ ആളുകൾ
പോകുന്ന പോലെയൊന്നും ഇവർക്ക് പോകാൻ കഴിയില്ല. അതാണ് ഇവരെ പ്രശ്നം. ലെഫ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ചെക്ക് പോസ്റ്റാണ്. നമ്മൾ വണ്ടി ചെക്ക് ചെയ്യുമെന്നറിയില്ല. ഇവിടുത്തെ പോലീസുകാർക്കല്ല. Coming from India. India. Going to Kabul. كم زهرة روانية؟ يندى سنة روانية. India going to Kabul. باسبورت داري؟ This paper. ما تشيش دي باسبورت؟ ما باسبورت داري؟ Passport inside. You want to see? وزي شيء كابل تتزيا؟ Yeah, going to Kabul. على كابل؟ ميري Yeah. لا باسبورت داري؟ Yeah, passport inside. باسبورت داري. Oh. سكون سكون يشرب له يلا Oh. كم زهرة غادي؟ سكوجا ماذا خلاص؟ ها؟ سكوجا ماذا؟ لا بلا جاب Kuja? هند تسرع عليه. English. انجلش؟ جريش ماذا؟ جريش. Oh. No, I just want to show you. Ash. This one. باسبورت لري کوم ځای دی هند راغلی کم ځای راغلی پښتو دې زده ده Yeah. یس ورته یاد را What Yara? یا خو دې ښه زده ده Passport also on my. seguro da que se o que te habla Brother, how much this food? Bread. Bread. Only one. Only half small bread. No need bread. Yeah, small bread. നമ്മളങ്ങനെ ഫുഡൊക്കെ വന്നപ്പോൾ ഇവര് ചോറിൻ്റെ ഒപ്പം ബ്രെഡെല്ലാം വെക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു നോർമൽ റെസ്റ്റോറൻ്റ് ആട്ടാ. അതെ, സ്മോൾ വെരി സ്മോൾ. അഫ്ഗാനിസ്ഥാനിലെ ഓരോ വീടുകളായിരുന്നു. വീടെന്ന് പറയാൻ കഴിയില്ല, ഒരു ചാപ്പ പോലെ കെട്ടിയിട്ടാ ആൾക്കാർ താമസിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ അവരെ പേടിയ എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. മക്കളും ഭാര്യയും എല്ലാം എടുക്കും. Look at this child, the girl child. Oh, I'm really pity of these types of lights. ഇവിടെ കണ്ട കുറേ സോളാർ ഇങ്ങനെ ഉണ്ട്. അതിങ്ങനെ ഭയങ്കര എപ്പോഴും ഫുൾ ടൈം വരൾച്ചയും ഭയങ്കര ചൂടുമല്ല. അതുകൊണ്ട് സൂര്യന്റെ ആ ഒരു ഊർജ്ജം അതെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട പരിപാടിയാണ്. എല്ലാ സ്ഥലത്തും സോളാർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു കുട്ടീനെ നോക്കിയിട്ട് പൊരി വെയിലത്ത് പുറത്തിരുന്ന് ഇതെന്ത് ഈ പിള്ളേരിൽ ഇവിടുന്ന് കളിക്കുന്നത് എനിക്ക് മനസ്സിലാത്ത. അത് ഈ വെയിലത്ത് ഇങ്ങനെ വെയിലത്തിരിക്കുക. ഇത് വെയിലായി കൊള്ളുന്നറപ്പേ. കുഴപ്പമില്ല ഇവിടെ ഇങ്ങനെ വെയിലുള്ളതിന്. No need. No. Going to India. No need, brother. നമ്മളിങ്ങനെ ഇതാ വണ്ടി നിർത്തിയിട്ട് വന്ന് നോക്കുമ്പോൾ കുറേ ആൾക്കാർ ഫിഗ് അത്തിപ്പഴം വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തണുക്കൊരു വലിയ പാമ്പിൻ്റെ അത്ര വേണേണ്ട അത്തിപ്പഴം തന്നു. ഇത് ഭയങ്കര വെയിറ്റ്, ഇത് പിടിക്കാനൊന്നും കഴിയുന്നില്ല. ഇത് ഇവർ സ്കൂളൊന്നും പോകുന്നില്ല കേട്ടോ. യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയാം. വാട്ട് ഈസ് യുവർ നെയിം? നോ നെയിം. വാട്ട് ഈസ് യുവർ നെയിം? My name is Abdurrahman. Abdurrahman. What is your name? Jannat is that? My name is Basir. What is your name? And what is your name? Actually, this is very big, brother. ഇത്രയും വലുത് എനിക്ക് വേണ്ട.
പിന്നെ ഇതിവിടെ ഇങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ, ഒന്ന് മാത്രമൊന്നുമല്ല, ഇതെവിടെ കുറേ ഇങ്ങനെ ഇവര് കയറിൽ തൂക്കിയിട്ടിന്. പക്ഷെ ഇത് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയിൽ വെക്കാൻ സ്ഥലമില്ല. അപ്പൊ അയാളത് വിറ്റോട്ടെ, അയാൾ നല്ല മനസ്സിന് നന്ദി. അപ്പൊ ഇങ്ങനെ ഇവര് കുറെ ഇങ്ങനെ നൂല് പോലെ ആക്കിയിട്ടാ വെക്കുന്നത്. ഹൈ യു ടേക്ക് ദിസ് വൺ, ദിസ് വൺ ഇവരിങ്ങനെ ഓക്കെ. ഈ കയറിൽ ഇങ്ങനെ കോർക്കും, മാല കോർക്കുന്ന പോലെ കോർത്തിട്ടാണ് ഇവർ ഈ സാധനം ഇങ്ങനെ മാല പോലെ ആക്കി വെച്ചിട്ടുള്ളത്. കുറെ അത്തിപ്പ എന്റെ കയ്യിലും തന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ജബൂളിന്ന് കൊണ്ടുവരുന്നതാണ്, അതായത് അഫ്ഗാനിസ്ഥാന്റെ ബോർഡറില്ലേ, ജബൂളിൽ ഇതെല്ലാം വാങ്ങിക്കുന്നത്. ഇവരിങ്ങനെ ഈ ഒരു ചെറിയ ഇങ്ങനെ പറയാ ഒരു പീടിയ പോലെ കെട്ടിയിട്ടാണ് ഇത് വിൽക്കുന്നത്. നോ ഹാർ, നോ ഹാർ ഷംസ് നോ ഹാർ, ചൂടെടുക്കുന്നില്ല. ദിസ് വൺ സൺഫ്ലവർ. ഇവിടെ കുറെ ഇതാ സൂര്യകാന്തി ഉണ്ട് കേട്ടാ. ഇതെല്ലാം ഇവിടെ ഇവര് ഈ വെയിലത്തും വരൾച്ചയിലും എന്തെല്ലോ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും കൃഷി ചെയ്തിട്ടൊന്നും കാര്യമില്ല. അയാൾക്ക് എന്റെ വണ്ടിയാണ്, അയാൾ വണ്ടി നോക്കുന്നുണ്ട്. ദിസ് ഈസ് ഫ്ലവർ സഹറ. What you reading? ഓക്കെ, ഇവിടെ എന്തോ സാധനം ഉണ്ട്, അവർ കാണിച്ചു തരാ പറഞ്ഞ്. നമുക്കൊന്ന് പോയി നോക്കാം. എന്തെല്ലോ ഇവിടെ കൃഷികളെല്ലാം ഉണ്ട്. ദിസ് ഫ്ലവർ. ഓക്കെ, ദിസ് വൺ ഫിഗ്. ഇതാ ഫിഗിന്റെ മരം കണ്ടോ ഇവിടെ. ഓക്കെ അതായത് വലിയൊരു സൂര്യകാന്തിന്റെ ഇതങ്ങനെ എനിക്ക് പറിച്ചാണ്. ഇവര് ഇതിന്റെ ഉള്ളിലുള്ള ഈ വിത്തില്ലേ, ഇത് ഇവര് തിന്നും ഉണക്കിയിട്ട്. അപ്പൊ ബുഹൂർ എന്ന് പറഞ്ഞാൽ തിന്നാൻ. അപ്പൊ എനിക്കിതാ കുറെ ഈത്തപ്പയം അത്തിപ്പയം തന്ന്. പിന്നെ ഇതാ ഒരു യു ഹാവ് വൈ ഐ ഡോണ്ട് നീഡ് തക്കിരെല്ലാം മറിച്ചാന്നിട്ടാ. It's finished. You take, no problem. I don't need this one. അവരിതാ വലിയ ചെമ്പ മറ്റെന്തേനും സൂര്യകാന്തി. അപ്പത്തേക്ക് ഇവിടെ കുറെ ആൾക്കാർ വണ്ടി നിർത്തിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. It's okay. I only need this. No need this because I have no place. No need. It's okay. No need. You sell it. Bye. അങ്ങനെ ഇതാ പുഴയും കുന്നും മലയും എല്ലാം കടന്ന് ഓരോ റോഡിലോട്ട് എത്തി വരുന്നു. ഇതൊരു റോഡ് കടക്കുമ്പോഴുള്ള ഒരു വേറെ റോഡായത്, പൊടിഞ്ഞ് നാശമായിരുന്നുള്ള ഈ റോഡ്. ഇയാൾക്ക് ഇനിയിപ്പോ എത്തി നോക്കണം, ഇതാണാണോ പെണ്ണാണോ. അയാൾ എത്തി നോക്കുന്നുണ്ട് കുറേ നേരമായി. ഇതുണ്ടാ അഫ്ഗാനിസ്ഥാനിൽ ഒരു വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല, ആകെ ടാക്സിക്ക് മാത്രം നമ്പർ പ്ലേറ്റ് ഉള്ളൂ. അപ്പൊ ഇവർക്ക് ഇവര് വണ്ടി മനസ്സിലാവാ. ആദ്യമെല്ലാം താലിബാന് നമ്മളെ പിടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇതിന്. ഇപ്പൊ ഇത് ശീലായി. ഇപ്പൊ ഇത് ഒരു ദിവസം ഏകദേശം 10, 15, 20 ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. അതിലത്തല്ലേ ഇവരിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇത് ശീലായി. അതുകൊണ്ട് ഇനിയിപ്പോ ഇവരെന്താ എന്നെ പിടിക്കാത്തേന്ന് ആലോചിക്കും ഞാനിപ്പോ. ഇത് നോക്കിയാട്ടെ, അഫ്ഗാനിസ്ഥാനിലെ റോഡായത്. ഫുള്ള് പൂയി വന്ന് മൂടിയിട്ട് മരുഭൂമിയാണ്. 2 സൈഡും മരുഭൂമിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ ഒരു ഹൈവേ ആണ്, നാഷണൽ ഹൈവേ. ഈ നാഷണൽ ഹൈവേ ഇങ്ങനെയാണെങ്കിൽ കുഞ്ഞു റോഡുകളുടെ അവസ്ഥ, ഹൈവേ എന്തായിരിക്കും? ഇവിടെ ഹൈവേ ഒന്നും ഇല്ല കേട്ടാ. ഇത് നാഷണൽ ഹൈവേ എന്ന് പറയണമെന്നില്ല. ഇതൊരു നോർമൽ സംഭവമാണ്. ഈ രാത്രിയിൽ എങ്ങനെയുള്ള ഇവിടെ വണ്ടി ഓടിക്കുക, ഉള്ള പൂയി ഫുള്ള് വന്നിട്ട് മൂടിയിട്ട് എന്തെങ്കിലും കാണുമോ?
അങ്ങനെ കുറേ നമ്മൾ മരുഭൂമിയിലോട്ട് വന്നപ്പോൾ ഇതാ ഒരു ഗ്രാമം കിട്ടി, ഒരു മാർക്കറ്റ്. കുറേ ആൾക്കാരോട് എന്തെല്ലോ വിൽക്കുന്നുണ്ട്. എന്തൊരു ഉണങ്ങിയ സ്ഥലം റബ്ബേ. ഇതന്നെയാണോ കാണ്ഡഹാർ പോകേണ്ട റോഡ്? കാരണം എനിക്ക് ഗൂഗിൾ മാപ്പില്ല. എൻ്റെ 2 ദിവസമായിട്ട് എൻ്റെ ഒന്നും വർക്കാവുന്നില്ല. ഇതിപ്പോൾ എങ്ങനെ ചോദിക്കാം? അങ്ങോട്ടേനോ കാണ്ഡഹാർ പോകണ്ടേ എന്നൊരു സംശയമുണ്ട്. ചോദിക്കാൻ ഒരാളും കിട്ടുന്നില്ല. ब्रदर कांडाहार 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 ഒരു പൊടിക്കുന്ന മില്ലിൽ ആളുള്ള എനിക്ക് വഴി തെറ്റിന്ന് തോന്നുന്നു. ब्रदर कांडाहार हाउ टू गो कांडाहार 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 ലെഫ്റ്റ്. ആ ഓക്കെ, എനിക്ക് തോന്നിയെന്ന്. ശുക്രൻ. നമ്മൾ വഴി തെറ്റിയടാ. കാണ്ഡഹാർ അങ്ങോട്ടാ പോണ്ടേ. ഒന്നാമത് ഞാൻ 2 ദിവസമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ ഒരു സിം എടുത്ത് ഇതുവരെ ആ സിം ആക്റ്റീവ് ആയിട്ടില്ല. ഇവിടെ സിം എടുത്ത് ആക്റ്റീവ് ആണെങ്കിൽ 1 മാസമാവും. പിന്നെ എന്തിനുള്ള അവർ സിം വെക്കുന്നത്? അപ്പോൾ ഈ റോഡ് കയറിയ ഒന്നും ഇല്ലാത്ത റോഡായിട്ട് തോന്നി. ഇവിടെ ഓന് മില്ലിൽ പൊടിക്കുന്നുണ്ടോ സാധനങ്ങൾ? അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കാണ് പോണ്ടേ. അപ്പം നമ്മൾ വഴി മാറിപ്പോയി. ഇത് കുറേ ദൂരം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഒരു ചന്തയാണ് ഇത്. ഇവിടുന്ന് റൈറ്റിലാണ് കാണ്ഡഹാറേക്ക് പോകേണ്ടത്. കുട്ടികളെല്ലാം ഉണ്ട് ഇങ്ങനെ നോക്കി. ഇതാണ് കാണ്ഡഹാറിലേക്ക് പോകുന്ന ഹൈവേ. പഠിച്ചോനെ, നമ്മളെപ്പോൾ കാണ്ഡഹാർ എത്താൻ ഞാൻ അറിയില്ല. മാക്സിമം ഒരു വൈകുന്നേരം. ഇതുവരെ ഞാൻ എന്തൊരു ഉണങ്ങിയ സ്ഥലം ഇതല്ലേ, ഉണങ്ങിയ ഒരു നാട്. ഇനി റോഡെല്ലാം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് ചടാ പടാന്നുണ്ട്. ഇവരെന്തിനാ ഇത്രയും വലിയൊരു ഹമ്പ് കൊണ്ടു വെച്ചിന്? ഇവിടെ ആര് വരാനല്ലെങ്കിലും. ഇവിടെ ഈ തോക്കിൻ്റെ ഇടയിൽ ഇരുന്ന ജനങ്ങൾ ഒരു ശബ്ദം പോലും പുറത്തു വിടൂല. പിന്നെ എന്തിനാ ഇവരിങ്ങനെല്ലാം ചെയ്യുന്നു? നമ്മളിപ്പോഴും ബോർഡറിൻ്റെ ഭാഗത്താണ് ഉള്ളത്. നമ്മൾ ഇനിയും ഒരു സിറ്റിയിലും എത്തിയിട്ടില്ല. ഇവിടുത്തെ മെയിൻ സിറ്റി എന്ന് പറയുന്നത് കാബൂൾ തന്നെയാണ്. പക്ഷെ കാബൂൾ നമുക്ക് എത്തണമെങ്കിൽ ഇനി 2 ദിവസം എടുക്കും. താലിബാൻ. പക്ഷെ നമുക്ക് ചെക്കിംഗ് ഒന്നും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇവിടെ എല്ലായിടത്തും ഇവരിങ്ങനെ ചെക്കിങ് വെച്ച്. ഇത് നോക്കിയാട്ടെ, ഇവിടുത്തെ എല്ലാ പുഴകളും വറ്റിയിട്ടുണ്ടാവും. ഇവിടെ പുഴകളൊന്നും ഇല്ല, ഇവിടെ ഒന്നുമില്ല. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടല്ലോ, ഞാൻ ഇവിടെ ഏകദേശം 3 ദിവസം ഇവിടെ വന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, 4 കൊല്ലം മുന്നേ എങ്ങനെയാണോ അഫ്ഗാനിസ്ഥാൻ ഉണ്ടായത് അതുപോലെ തന്നെയാണ് താലിബാൻ വന്നിട്ടുണ്ടായത്. കാരണം അഫ്ഗാനിസ്ഥാനിലെ പണ്ടത്തെ ഭരണത്തിൽ പിന്നെ ഇവിടെ പെണ്ണുങ്ങന്മാർക്ക് പഠിക്കാനുള്ള അവസരം എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഗവൺമെന്റ് ആയിരുന്നു. അതിനുശേഷം 4 കൊല്ലം മുന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിൽ വന്നത്. ഇപ്പം ഞാൻ പോയ നിമ്രോസ് ആണെങ്കിലും എല്ലാ വില്ലേജിലും പെൺകുട്ടികൾ 6ാം ക്ലാസ് വരെയാണ് സ്കൂളിൽ പോവുക. 6ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് മദ്രസയാണ് സ്കൂള്. പിന്നെ വേണമെങ്കിലും മദ്രസ 7, 8, 9, 10 വരെ പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൻ്റെ ഉള്ളിലാണ്. അവർക്ക് പഠിപ്പുമില്ല, ഒന്നുമില്ല, പുറത്ത് പോകാൻ പറ്റൂല. വീട്ടിൻ്റെ അടുത്തുള്ള പീടിക, ഒരു 100 മീറ്റർ അടുത്തുള്ള പീടികയിൽ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോവാം. അല്ലാണ്ട് കാബൂള് വേറെ ഏതെങ്കിലും സിറ്റിയിൽ പോകണമെങ്കിൽ ആങ്ങളോ അല്ലെങ്കിൽ ഭർത്താവോ വേണം. ഇത് രണ്ടും ഇല്ലാണ്ട് ആ പെൺകുട്ടിക്ക് ഒരു സ്ഥലത്തും പോകാൻ കഴിയില്ല. താലിബാൻ ഭരിച്ച് നശിപ്പിച്ച എത്രയോ സ്ത്രീകളെയും പെൺകുട്ടികളുടെയും നാടാണ് അഫ്ഗാനിസ്ഥാൻ. ഞാൻ ഇന്നലെ താമസിച്ച വീട്ടിലെ ഓള് കല്യാണം കഴിച്ചിട്ട്
പിന്നെ 16 വയസ്സ് കല്യാണം കഴിച്ചു, ഇപ്പോൾ 31 വയസ്സേ ഉള്ളൂ. അയാളാണെങ്കിൽ ഭയങ്കര ഡ്രഗ് അഡിക്റ്റിൻ്റെ ആളും, 24 മണിക്കൂറോളം അടിക്കുകയും കുത്തുകയും ഫുള്ള് എനിക്ക് മേല് ഫുള്ള് കാണിച്ചത് ഫുള്ള് അങ്ങനെ ചോര വന്ന് കല്ലിച്ച പാടുകളാണ്. എന്നിട്ട് അവസാനം ഇവിടെ കോടതി പോയാലും പറഞ്ഞോളൂ നിന്റെ ഭർത്താവാണ്, എന്തും നീ സഹിക്കണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു. ഇപ്പോൾ ഓളെ വീട്ടിൽ 2 കൊല്ലമായി ഓളെ പ്രായമായ ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും കൂടെയുള്ള ഓൾ പറഞ്ഞാൽ എനിക്ക് തിരിച്ച് കാബൂളിലേക്ക് പോകണ്ട, എനിക്ക് എൻ്റെ മക്കൾ വേണം. പക്ഷെ മക്കളെ അയാൾ കൊടുക്കുന്നില്ല. ജീവിക്കുന്ന ഒരു നാടാണ് അഫ്ഗാനിസ്ഥാൻ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇതിൽ കാണുന്ന പക്ഷെ ആളുകളുണ്ടല്ലോ, എന്നോടൊന്നും അവരൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ടൂറിസ്റ്റ് ആയതുകൊണ്ട് അവരെന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷേ എങ്കിൽ ഇവിടുത്തെ പെൺകുട്ടികൾ, നമ്മൾ ഇറാന് വരെ പെണ്ണുങ്ങന്മാർ ഡ്രൈവ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? പക്ഷേ എങ്കിൽ ഇവിടെ ഒരാൾ ഡ്രൈവ് ചെയ്യുന്ന പോയിട്ട് പുറത്ത് വരെ ഇറങ്ങൂല. ഇവർക്ക് പുറത്തിറങ്ങണമെങ്കിൽ മാസ്ക് ഇടണം, പിന്നെ ഒരു വലിയ ഷാളുകൊണ്ട് ഫുള്ള് മേല് ഫുള്ള് പൊതിയണം, അതിൻ്റെ മുകളിൽ പർദ്ദ ഇടണം. ഭയങ്കര റെസ്ട്രിക്ഷൻസ്. ഒരു സ്ഥലത്ത് പോകാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ കഴിയില്ല. താലിബാൻ ഞാൻ വരുന്ന വഴിക്ക് കണ്ടിട്ടില്ലേ, അതായത് ഒരു പ്രൊവിൻസിൽ നിന്ന് ഒരു പ്രൊവിൻസിലേക്ക് പോകുമ്പോൾ ഏകദേശം 500 ചെക്ക് പോസ്റ്റ് ഉണ്ടാവും ഇവരത്. പെണ്ണുങ്ങന്മാർ ഒറ്റക്ക് എവിടെയാ പോകുന്നത്, ഇത് നിങ്ങളെ ഭർത്താവാണോ ആങ്ങളെയാണോ, അങ്ങനെ ഇത് പോകുന്ന ആൾക്കാർ ആരാന്നുള്ള രേഖ വരെ കാണിക്കണം. അത്രക്കും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഹൊറിബിൾ എന്താ പറയണ്ട ഒരു കൺട്രിയാണ് താലിബാൻ അഫ്ഗാനിസ്ഥാൻ. ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ എന്ന് പോലും പറയാൻ കഴിയില്ല, കാരണം അവരോട് നമ്മൾ അഫ്ഗാനിസ്ഥാനുള്ള നമ്മൾ താലിബാനാന്നാ പറയുന്നത്. അപ്പോൾ എൻ്റെ യാത്രയിൽ ഇത്രയും എക്സ്ട്രീമായ ഒരു രാജ്യം ഞാൻ കണ്ടിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ, പക്ഷെ ഇവിടെ വന്ന് അനുഭവിച്ചവരാണ് ഇവിടുത്തെ പെൺകുട്ടികളെ കാര്യം ആലോചിച്ചത്. കാരണം ഓരോ ദിവസവും പെറ്റ് വീഴുന്ന ഓരോ പെൺകുട്ടിയും ഒരു 15 15 പോലും അല്ല 12 വയസ്സിൽ ഇവിടെ ഓർന്ന് പറഞ്ഞ വില്ലേജിൽ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കും. അതും 45 50 വയസ്സുള്ള വലിയ വലിയ ആണുങ്ങന്മാരെ കല്യാണം കഴിക്കുക. എന്നിട്ടോ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ കുട്ടിനെ ഒഴിവാക്കിയിട്ട് വേറെ ആളെ കല്യാണം കഴിക്കും. ഇവർ ഡിവോഴ്സ് കൊടുക്കൂല. ഇവർ പണി എന്താ അറിയാം, ഇവർ കല്യാണം കഴിക്കും, എന്നിട്ട് തോന്നിയ പോലെ വേറെ പെണ്ണിനെ കിട്ടും, എന്നിട്ട് ഇവർ ഡിവോഴ്സ് കൊടുക്കൂല. അണക്കും ഏകദേശം 100% ഒരു 80% ആളുകളും പെണ്ണുങ്ങളെ ഇങ്ങനെ എന്താ പറയാ ചുറ്റിപ്പിക്കുക ചെയ്യുക. ഡിവോഴ്സും കൊടുക്കൂല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും സമ്മതിക്കൂല. പിന്നെ ഓൾക്ക് എല്ലായിടത്തും ഊര് വിലക്കായിരിക്കും, ഒരു സ്ഥലത്തും പോകാനും പറ്റൂല. അങ്ങനെ വളരെ എന്താ പറയണ്ടേ, നമ്മൾ ഈ ദുനിയാവിൽ നമ്മൾ കാണാത്ത രീതിയിലുള്ള കുറേ എന്തെല്ലോ റൂൾസ് എല്ലാം വെച്ചിട്ട് പെണ്ണുങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു നാടാണ് അഫ്ഗാനിസ്ഥാൻ. ഞാൻ ആ പെണ്ണിനോട് ഓള് പറഞ്ഞ എനിക്ക് പഠിക്കണം, ഞാൻ പഠിക്കാൻ, ഞാൻ ഓള് ഉമ്മാനോട് കയ്യും കാലം പിടിച്ച് പറഞ്ഞു എനിക്ക് ഈ കല്യാണം വേണ്ട. എന്നിട്ട് ഉമ്മാന്റെ കസിനെ കല്യാണം കഴിച്ചേ. എന്നിട്ട് ഓളെ അവസ്ഥ നോക്കിയേ. എന്നിട്ട് മംഗലം കഴിഞ്ഞ അന്ന് ബുക്കെല്ലാം കീറി, ഫോണില്ല, വീട്ടുകാരായിട്ട് സംസാരിക്കാൻ പറ്റൂല. അങ്ങനെ എന്തെല്ലാം ഒരു നികൃഷ്ട ജീവികളെ പോലത്തെ ആണുങ്ങളാണ് അഫ്ഗാനിസ്ഥാനിലെ ആണുങ്ങൾ. ഓരോ ദിവസവും അഫ്ഗാനിസ്ഥാനിൽ പെൺകുട്ടികൾ ജനിച്ചു വീഴുന്നുണ്ട്. ആ ജനിച്ചു വീഴുന്ന പെൺകുട്ടികളെല്ലാം ജീവിച്ചിട്ട് എന്താ കാര്യം? അവരുടെ ജീവിതം ഇങ്ങനെയാണ്. അവരിങ്ങനെ ഒരു 10 വയസ്സിൽ കല്യാണം കഴിക്കുക, ഒരു 12 വയസ്സിൽ വിധവകളാകുക, പിന്നെയും അവരിങ്ങനെ ആർക്കും വേണ്ടാണ്ട് വയസ്സാകാൻ കാലം വരെ ഇങ്ങനെ ജീവിക്കുക. ഒരു കണക്കിന് അഫ്ഗാനിസ്ഥാനിൽ വളരുന്ന എല്ലാ പെൺകുട്ടികളും എന്താ പറയണ്ടേ, ജനിക്കുന്ന സമയത്ത് തന്നെ മരിക്കുന്ന ഏറ്റവും നല്ലത്. കാരണം അവർ ജീവിച്ചിട്ടൊരു കാര്യമില്ല, അവരെ രക്ഷിക്കാൻ ഒരാളുമില്ല. UN പോലത്തെ ഒരു സംഘടനയോ യൂണിസെഫോ അങ്ങനെ ഒരു സംഭവങ്ങളും അഫ്ഗാനിസ്ഥാനിലെ ലേഡീസിനെ രക്ഷിക്കാൻ വേണ്ടി ഇല്ല. ഞാൻ ആലോചിക്കുകയാണ്, എങ്ങനെയാണ് ഇവിടെ ലേഡീസുകൾ ജീവിക്കുന്നത്, എങ്ങനെയാണ് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുക? ഇത് വല്ലാത്തൊരു എന്നെ ഭയങ്കര കരയിപ്പിച്ചൊരു നാടാട്ടോ അഫ്ഗാനിസ്ഥാൻ. ഈ നാടും ഇവിടുത്തെ കുറേ റൂൾസും, ഒരു സ്ഥലത്ത് സ്ത്രീകൾക്ക് ഒരു വോയിസും ഇല്ലാത്തൊരു നാടായത്. സ്ത്രീകൾക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റൂല, ഒരു റൂൾസ് ഒരു റൈറ്റ്സും ഇല്ല, ഒന്നുമില്ല. ഒരു 10ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയില്ല, മറ്റുള്ള ഭാഷ പഠിക്കാൻ കഴിയില്ല, ജോലിക്ക് വേണ്ട ഒന്നും, കമ്പ്യൂട്ടർ പഠിക്കരുത്, ഒന്നും പഠിക്കരുത്. ഇനി ആൺകുട്ടിലാണെങ്കിലോ ചെറിയൊരു 5 മദ്രസ അതിനെമ്പാട് നേരെ പണിക്കാൻ പോകാൻ. ഇവിടുത്തെ എല്ലാ ചെറിയ മക്കളാണ് എല്ലാ ബാജാറിലും പണിയെടുക്കുന്നത്. കാരണം ഇവർക്ക് അന്ന് കിട്ടുന്ന പൈസ ഇവർക്ക് മതി. കാരണം ഇവര് ഈ താലിബാൻ വന്നതിന് ശേഷമാണ് ഇവരെ എക്കണോമി ഇങ്ങനെ ആയത്, തകർന്നു പോയത്. 1975 വരെ ദാവൂദ് ഖാന് ഭരിച്ച ഒരു രാജ്യമായിരുന്നു. അപ്പൊ അതിനുശേഷം ഇവിടെ കുറെ ആൾക്കാർ അയാളെ പുറത്താക്കി, എന്നിട്ട് ഒരു 4 കൊല്ലം മുന്നേ പ്രസിഡന്റിനെ തായിറക്കി, എന്നിട്ട് അങ്ങനെ 4 കൊല്ലം മുന്നേ താലിബാൻ ഇട വളർന്ന് ഇവർ തോക്കെല്ലാം കണ്ട ഒരാളും ശബ്ദിക്കൂല. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളെ ഇന്ത്യ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് ഈ ലോകത്തിലെ മുത്താണ്, മുത്ത്. ആരെന്ത് പറഞ്ഞാലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മളെല്ലാവരും കൂടി കഷ്ടപ്പെട്ട് നമുക്ക് മുന്നേ കടന്നുപോയ ആളുകൾ സ്വാതന്ത്ര്യം നേടിത്തന്ന്, ബ്രിട്ടീഷുകാർ കഴിഞ്ഞ് സ്വാതന്ത്ര്യം നേടിത്തന്ന്. ഇപ്പോഴും ചില പ്രശ്നങ്ങളാലും നമ്മളെ ഇന്ത്യയിൽ കുറച്ച് എന്താ പറയേണ്ട ബുദ്ധിമുട്ടുകളുണ്ട്. മതത്തിൻ്റെ പേരിലും ജാതിൻ്റെ പേരിലും ബീഫിൻ്റെ പേരിലും അങ്ങനെ പലതും ഉണ്ട്. പക്ഷെ അതെല്ലാം ഉണ്ടെങ്കിൽ അതൊരു സൈഡ് നടക്കുന്നുണ്ടെങ്കിലും ഇതുപോലെയൊന്നും നമ്മുടെ നാട്ടിലില്ല. പക്ഷെ ലോകത്ത് ഒരു അറബ് രാജ്യത്തും ഒരു ഇസ്ലാമിക രാജ്യത്തും ഇല്ലാത്ത റൂൾസാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ കൊണ്ടുവന്നത്. എന്ത് റൂൾസാണ് ഇവർ കൊണ്ടുവന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല.
അങ്ങനെയാണെങ്കിൽ ഇവരാണെങ്കിൽ ഒന്നും പഠിച്ചിട്ടുമില്ല, ആർക്കും വിദ്യാഭ്യാസവും ഇല്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ രാജ്യത്തിന് നന്നാക്കുക? ഇവർ ഈ രാജ്യത്തിന് ശരിക്കും നശിപ്പിക്കുക ചെയ്യുന്നത്. ഞാൻ അഫ്ഗാനിസ്ഥാന് വന്നിട്ട് ഞാൻ കരഞ്ഞുപോയി. ഞാൻ പോയ എല്ലാ വീട്ടിലും പെൺകുട്ടികൾ, ചെറിയ ചെറിയ പെൺകുട്ടികളാണ്. 12 വയസ്സിലാണ് പെൺകുട്ടികൾ കല്യാണം കഴിക്കുക. 16 വയസ്സാകുമ്പോഴത്തേക്ക് അവർ ഡിവോഴ്സ് ആവുകയും ചെയ്യും. അവർക്ക് പഠിക്കാൻ പറ്റൂല, സ്കൂളിൽ പോകാൻ പറ്റൂല. ഒരു ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഒരു പെണ്ണ് അടുത്തൊരു ടീച്ചർ, ഒരു ലേഡി ടീച്ചർ ആണെങ്കിൽ പഠിക്കാം. ആണുങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ കുട്ടികൾക്ക് പോകാൻ പറ്റൂല, ആണുങ്ങൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പെൺകുട്ടികൾക്ക് പോകാൻ പറ്റൂല. അതുപോലെ ഇന്നലെ ഒരു ബാസാറിൽ പോയപ്പോൾ റെസ്റ്റോറൻറ്റിൽ ആണുങ്ങൾക്ക് മാത്രമുള്ള റെസ്റ്റോറൻറ്റ്, പെണ്ണുങ്ങൾക്ക് അങ്ങനെ പെണ്ണുങ്ങൾ മാത്രം നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അങ്ങനെ എന്തെല്ലാം കോലത്തിൽ വിഭജിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം വിഭജിച്ച് ആളുകളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു ഭരണമുള്ളൊരു രാജ്യമാണ് താലിബാന്റെ അഫ്ഗാനിസ്ഥാൻ. ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല. ഇസ്ലാമികപരമായിട്ട് പല രീതികളുണ്ട്. അങ്ങനെയാണെങ്കിൽ സൗദിയിൽ അങ്ങനെ ഉണ്ടോ? ഓരോരാൾ ഒന്നും വേണ്ട, അവർ എല്ലാം ദീനെല്ലാം ഒയിക്കോട്ടെ, പക്ഷെ അവർ പഠിക്കാൻ പാടില്ല, ജോലിക്ക് പോകാൻ പാടില്ല, അവർ വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് പറയണ ഇവരാരാ? അങ്ങനെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് ഇവിടെ അഫ്ഗാനിസ്ഥാൻ താലിബാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ പെൺകുട്ടികളുടെയും ജീവിതം നാശകോശമാണ്. ഒരു കാര്യമില്ല. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇനി അഫ്ഗാനിസ്ഥാനിൽ ഒരു പെൺകുട്ടികളും ജനിക്കണ്ട. ജനിക്കുന്ന ആ സമയത്ത് തന്നെ ആ പെൺകുട്ടി മരിച്ചു പോട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്തിനാ ജനിച്ചിട്ട് എന്താ കാര്യം? അവർക്ക് ഇനിയിപ്പം വേറെ രാജ്യത്തേക്കും, ഇവിടുത്തെ കുറേ ആൾക്കാർ, കുറേ അഫ്ഗാനികൾ, കുറച്ച് പഠിപ്പും വിവരമുള്ള കുറേ അഫ്ഗാനികളുണ്ട്. അവർ പറഞ്ഞ് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യണം, പക്ഷെ അവർക്ക് ഒരു രാജ്യത്ത് പോകാനും കഴിയില്ല. ഇപ്പോൾ യൂറോപ്പിൽ പോകണമെങ്കിലോ അമേരിക്കയിൽ പോകണമെങ്കിലോ അവർക്ക് വിസ കിട്ടൂല. അവർ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. പക്ഷെ ഇവിടുന്ന് ഈ നാട് വിട്ട് പോകാൻ അവർക്ക് പറ്റൂല. ഭയങ്കര എന്താ പറയണ്ടേ, ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന കുറെ ജീവശവങ്ങളായ കുറെ പെണ്ണുങ്ങളെ ഒരു രാജ്യമാണ് താലിബാൻ. അതായത് അവർക്ക് ഒരു പ്രതീക്ഷയില്ല. ജീവിതം ഇന്ന് ഇങ്ങനെ നാളെ അങ്ങനെ, അത്രയേ ഉള്ളൂ. പെൺകുട്ടികള് ജനിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പെൺകുട്ടികൾ ജനിച്ചിട്ട് ഒരു കാര്യമില്ല ഈ നാട്ടിൽ. എന്തിനാണ് ഈ രാജ്യത്തിന് ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഇവർക്ക് എന്താ കിട്ടുന്നത് അതിനെ കൊണ്ട്? ഇത്രയും രാജ്യങ്ങൾ പോയിട്ട് എനിക്ക് ശരിക്കും കരച്ചിൽ വരുന്ന ഓരോ ആളുകളെ അവസ്ഥ ആലോചിച്ചിട്ട്. പിന്നെ എനിക്ക് അവരെ മുഖം കാണിക്കാൻ പറ്റൂല. കാരണം ഞാൻ അവരെ മുഖം കാണിച്ചാൽ നാളെ പറ്റുന്ന അവരെ വീട്ടിൽ കയറി അവരെ വെടിവെച്ച് കൊല്ലും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ഞാൻ ചെറുങ്ങനെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ആ വീഡിയോനെ കൊണ്ട് അനക്കോളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിയൊന്നുമില്ല. പക്ഷെ ആ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഓർഗനൈസേഷൻ, ഏതെങ്കിലും ആളുകൾക്ക് അഫ്ഗാനിസ്ഥാനിലെ UN അങ്ങനെ ആരെങ്കിലും ഇടപെട്ടിട്ട് ചിലപ്പം അടുത്ത പെൺകുട്ടികളെ രക്ഷിക്കാൻ പറ്റുമായിരിക്കും. അതൊരു പ്രതീക്ഷ മാത്രമാണ്. കാരണം ഞാൻ ഈ ഒരു ജേർണലിസം പോലെ എൻ്റെ യാത്ര ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് അവർക്ക് എന്താ ഉപകാരം ഇടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് കുറെ എന്തെല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഈ താലിബാന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു പേപ്പർ വർക്ക് പോലും, ഒരു ഡിവോഴ്സ് പോലും കൊടുക്കാത്തൊരു രാജ്യത്ത് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് പഠിക്കാൻ പറ്റുക? ഭർത്താവ് ചവിട്ടയും കുത്തയും അടിക്കുകയും എന്ത് ചെയ്താലും അത് സഹിച്ചോളുക. നിങ്ങളെ ഭർത്താവാണ്, നിങ്ങളത് സഹിച്ചോളുക എന്ന് പറഞ്ഞിട്ട് അവരെ സഹിപ്പിച്ച് ജീവിപ്പിക്കുക ചെയ്യുന്നത് ഇവിടുത്തെ എല്ലാവരും. വല്ലാത്തൊരു അവസ്ഥയാണ് ഈ നാടിൻ്റെ. നമ്മൾ ഏകദേശം 150 കിലോമീറ്ററായി മരുഭൂമിയിൽ ഡ്രൈവ് ചെയ്യുന്നു. ഒരു സ്ഥലത്തും ഞാൻ ഒരു പമ്പുമില്ല, ഒന്നുമില്ല, വാഷ്റൂമില്ല, ഒന്ന് മൂത്രയിക്കാൻ പോകണമെങ്കിൽ ഒരു ഇതുമില്ല. നമ്മൾ സൗദി അറേബ്യയിലെ റൂബൽ ഖാലി ഡ്രൈവ് ചെയ്തതിന്. വേൾഡ് ഡ്രൈയസ്റ്റ് പ്ലേസ് ആണ് റൂബൽ ഖാലി. ഇപ്പൊ 2ാമത്തെ റൂബൽ ഖാലിയാണ് അഫ്ഗാനിസ്ഥാനിലെ ഈ റോഡ്. ഇത് വല്ലാത്തൊരവസ്ഥയാട്ടാ. ഈ അഫ്ഗാനിസ്ഥാനിൽ ഡ്രൈവ് ചെയ്ത് പോവാന്ന് പറഞ്ഞാല് ഭയങ്കര ചടങ്ങാണ്. എന്നോട് ഇപ്പം പേപ്പർ ശരിയാക്കാൻ പോയാലോ അടുത്ത പോലീസ് പറയാ നിങ്ങൾ രാത്രി ഡ്രൈവ് ചെയ്യരുത്, പകല് മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പറ്റൂ. ഒന്നാമത് എനിക്ക് റോഡ് കാണൂല, ഫുള്ള് പൂയാണ്, മരുഭൂമി. ഇല്ല പൂയി തേച്ചു അടിച്ച് റോഡുമ്പിൽ വന്നിന്. അപ്പൊ ആള് പറഞ്ഞു പിന്നെ ആളുകൾ അത്ര നല്ലതല്ല, ഇവിടുത്തെ എല്ലാ ഷോപ്പുകളും 6 മണിയാകുമ്പോൾ പൂട്ടും, അപ്പൊ രാത്രി നിങ്ങൾ ഒറ്റക്കാവും, പിന്നെ എല്ലാ സമയവും പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ പാടുള്ളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അങ്ങനെ എനിക്ക് കുറേ ഇൻസ്ട്രക്ഷൻ തന്നു. ദിസ് ഈസ് എക്സ്ട്രീംലി, കാരണം ഞാൻ എന്താ പറയണ്ടത്?